ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നിറയും പുത്തരിയുമാണ്. ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ നിറയും പുത്തരിയും വിശേഷങ്ങളെ പറ്റിയാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ക്ഷേത്രങ്ങളിലെല്ലാം നിറയും പുത്തരിയും ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ കർഷകരുടെ ആഘോഷമാണ്. ചിങ്ങമാസത്തെ വരവേൽക്കുവാനായിട്ട് കർക്കിടക മാസത്തിൽ കർത്തവാവ് കഴിഞ്ഞ് പാടങ്ങളെല്ലാം നിറഞ്ഞാടുമ്പോൾ അതിലൊരു പങ്ക് ഭഗവാനോ ഭഗവതിക്കോ കാണിക്കയായിട്ട് സമർപ്പിക്കുവാണ് കർഷകർ. ചിങ്ങമാസത്തിൽ നല്ല വിളവെടുക്കാനും സമൃദ്ധി ഉണ്ടാകാനും പത്തായപ്പുരകൾ നിറഞ്ഞു കവിയാനും ഒക്കെ വേണ്ടിയിട്ടാണ് കർഷകർ ഇങ്ങനെ ചെയ്തു പോന്നുകൊണ്ടിരുന്നത്. നമ്മുടെ നാട്ടിലെ പാടങ്ങളുടെ എണ്ണങ്ങൾ വളരെയേറെ കുറഞ്ഞെങ്കിലും ഇപ്പോഴും പല പ്രസിദ്ധമായ ക്ഷേത്രങ്ങളും ഈ ആചാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്രങ്ങളും ആ സമയമാവുമ്പോൾ കതിരുകൾ കിട്ടുന്നിടത്ത് നിന്ന്, അതായത് വയലുകൾ ഉള്ളിടത്ത് നിന്നും അല്ലെങ്കിൽ അവിടെ നിന്ന് ശേഖരിച്ചു കൊണ്ട് വരുന്നവരുടെ കയ്യിൽ നിന്നോ മറ്റും സംഘടിപ്പിച്ച് ഈ ആചാരങ്ങൾ മുറ തെറ്റാതെ വളരെ ഗംഭീരമായും കേമമായും നടത്തിക്കൊണ്ടുവരുന്നു. ഇപ്പോഴും വിശ്വാസികൾ അമ്പലങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ നെൽക്കതിരുകൾ ഭഗവാന്റെയോ ഭഗവതിയുടെയോ അനുഗ്രഹമായിട്ട് സ്വീകരിച്ച് അത് വീടിൻ്റെ ഉമ്മറത്ത് കെട്ടിത്തൂക്കിയിടുന്നു. ഇത് നെൽക്കതിരുകൾ മാത്രം കെട്ടിയല്ല സമർപ്പിക്കുന്നത്. ആലിൻ്റെയും മാവിൻ്റെയും നെല്ലിയുടെയും മുളയുടെയും കാഞ്ഞിരത്തിൻ്റെയും ഒക്കെ ഇലകൾ കൂട്ടിക്കെട്ടിയാണ് ഇത് ഭഗവാനോ ഭഗവതിക്കോ സമർപ്പിക്കുന്നത്. ഇതൊരു പ്രത്യേകം ചടങ്ങ് തന്നെയാണ്. ചില ക്ഷേത്രങ്ങളിലൊക്കെ ദശപുഷ്പങ്ങളും എടുക്കാറുണ്ട്. ഇന്ന് ക്ഷേത്രങ്ങളിൽ നടന്ന ഈ ചടങ്ങുകളുടെ എല്ലാ പുണ്യങ്ങളും നമ്മുടെ നാടിന് ലഭിക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇന്നത്തെ തലമുറയുടെ അക്കൗണ്ടിലെ ബാലൻസ് നോക്കിയിട്ടാണ് അവരുടെ ധനസ്ഥിതി മനസ്സിലാക്കുന്നത്. പക്ഷെ പണ്ടത്തെ തലമുറയിൽ ധനസ്ഥിതി എങ്ങനെയാണ് നിശ്ചയിച്ചിരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അവരുടെ പത്തായത്തിൽ എത്ര നെല്ലുണ്ടെന്ന് നോക്കിയിട്ടാണ്. പത്തായപ്പുരകൾ നിറഞ്ഞു കവിഞ്ഞാൽ അവർ ധനാഢ്യരാണെന്നർത്ഥം. പണ്ടൊക്കെ സ്ത്രീധനം കൊടുത്തിരുന്നത് പോലും നെൽപ്പാടങ്ങളാണ്. ഇത്ര പറയുടെ നെൽപ്പാടം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് സ്ത്രീധനം പോലും കൊടുത്തിരുന്നത്. പണിക്കൂലി കൊടുക്കുന്നതോ എന്തെങ്കിലും സാധനം വാങ്ങിച്ചാൽ പ്രതിഫലം കൊടുക്കുന്നതോ എല്ലാം നെല്ലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും അന്നൊക്കെ സമ്പത്ത് നിശ്ചയിച്ചിരുന്നത് പത്തായപ്പുരയിലെ നെല്ല് നോക്കിയിട്ട് തന്നെ ആയിരുന്നു. ഇപ്പോഴത്തെ കാര്യം തന്നെ എടുക്കാം. നമ്മുടെയൊക്കെ വീടുകളിൽ വർഷത്തിലൊരിക്കൽ ദേവിയും ദേവന്മാരും ഒക്കെ പറക്കെഴുന്നള്ളാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് എന്താണ്? നെൽപ്പറകളല്ലേ. അത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. അടുത്ത് ഐശ്വര്യത്തിൻ്റെ ദേവതയായ മഹാലക്ഷ്മി ഈ നെല്ലിൽ കുടിയിരിക്കുന്നു. അത് നിലനിന്ന് പോരണമെങ്കിൽ സ്ഥിതിയുടെ നാഥനായ മഹാവിഷ്ണുവിനെയും ആദരിക്കണ്ടേ. അതിനാൽ രണ്ടു പേർക്കും യഥാവിധി പൂജകൾ കൊടുത്ത ശേഷം നെല്ലിൽ പൂജിച്ച് ശ്രീകോവിലിനുള്ളിൽ യഥാവിധം അവർക്കൊരു സ്ഥാനം കൊടുക്കുന്നു. അതിനുശേഷം ഭക്തർക്ക് പ്രസാദമായി ഇത് വിതരണം ചെയ്യുന്നു. ഇല്ലം നിറ വല്ലം നിറ എന്ന ആചാരമാണ് ക്ഷേത്രങ്ങളിൽ നിറയും പുത്തരിയുമായി അറിയപ്പെടുന്നത്. പുത്തരി എന്ന് പറയുന്നത് ആദ്യമായി കൊയ്തെടുത്ത നെല്ലിൽ നിന്ന് അരിയെടുത്ത് ഭഗവാനോ ഭഗവതിക്കോ പായസം വെച്ച് കൊടുക്കുന്നതിനെയാണ് പുത്തരി എന്ന് പറയുന്നത്. പ്രസിദ്ധമായ പല ക്ഷേത്രങ്ങളിലും വാദ്യമേളങ്ങളോടുകൂടിയാണ് നെൽക്കതിരുമായിട്ട് വലം വയ്ക്കുന്നത്.
ഭഗവതിയെ 3 പ്രാവശ്യം വലം വെച്ച് മേൽശാന്തി നെൽക്കതിരുകളുമായി അകത്തേക്ക് പ്രവേശിക്കുന്നു. അതിനുശേഷം നേദ്യം കൊടുത്ത് ഉഷപൂജയ്ക്ക് നട അടയ്ക്കുകയായി. ശ്രീകോവിലിനകത്തും നെൽക്കതിരുകൾ കെട്ടിയിടാറുണ്ട്. മൊബൈലിനൊരു ഗുണമെന്തോന്നറിയോ, ക്ലോക്കിൻ്റെ കൂട്ടല്ല, സമയം തെറ്റത്തില്ല. മേൽശാന്തി മൊബൈലിൽ നോക്കി കറക്റ്റ് ടൈം നോക്കിയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അതാണ് മേൽശാന്തി അങ്ങനെ പറഞ്ഞത്. നേദ്യം പകുതിയാക്കി നട അടയ്ക്കുന്നു. ബാക്കി എല്ലാവർക്കും നേദ്യം കൊടുത്തതിന് ശേഷം പിന്നെ നട തുറന്ന് നേദ്യം കംപ്ലീറ്റ് ആക്കി ഉഷപൂജയും നടത്തുന്നു. ചുറ്റും നേദ്യമെല്ലാം കൊടുത്ത് എല്ലാവരെയും പ്രസന്നരാക്കിയതിന് ശേഷം മേൽശാന്തി വന്ന് സാഷ്ടാംഗം നമസ്കരിച്ച് അമ്മയുടെ നട തുറക്കാനായിട്ട് പോകുന്നു. കറക്റ്റ് 15-6 ഇത് വന്നില്ലേ? ഉഷപൂജയ്ക്കായി നട അടയ്ക്കുകയാണ്.
എടുക്കുമോ? മൂല ഒരു മൂല ഒരു സത്യം രണ്ട് പറഞ്ഞു എല്ലാവർക്കും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ, എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെ മാത്രം നാളുകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.